വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. 2025 ഡിസംബർ നെറ്റ് സൈക്കോളജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അതിൻ്റെ ഭാഗമായി എഡ്ഫിൽ ഒരുക്കുന്ന ഫ്രീ കോഴ്സാണ് എൻലൈറ്റ്. എൻലൈറ്റിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള എമർജൻസ് ഓഫ് സൈക്കോളജിയുടെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ആ ക്ലാസ്സുകൾ കാണുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് പരിഗണിക്കുകയും ചെയ്യുക. എൻലൈറ്റ് ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് നൽകുന്നതാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്ത് എൻലൈറ്റിൻ്റെ ഭാഗമാവൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൻ്റെ PYQ അനാലിസിസ് പാർട്ട് 1. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ മെത്തേഡ്സ് ആയിട്ടുള്ള ഫിനമിനോളജി, കേസ് സ്റ്റഡി, എത്നോഗ്രാഫി, ഗ്രൗണ്ടഡ് തിയറി ആൻഡ് നെറേറ്റീവ് റിസർച്ച്. ഇന്നത്തെ പാർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി തന്നെ ഓഗസ്റ്റ് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ലിസ്റ്റ് തന്നിട്ടുള്ളത് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആണ്, അതായത് ഫിനമിനോളജി, കേസ് സ്റ്റഡി, എത്നോഗ്രാഫി ആൻഡ് ഗ്രൗണ്ടഡ് തിയറി. ഈ റിസർച്ചിൻ്റെ ഒക്കെ ഡെഫിനിഷനാണ് തൊട്ടടുത്ത ലിസ്റ്റായിട്ട് തന്നിട്ടുള്ളത്. ഇതിൽ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുക എന്നുള്ളത് മാച്ച് ചെയ്ത് കൊടുക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ നമുക്കറിയാം ഇതെല്ലാം മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആണ്. ഇതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു എങ്ങോട്ട് മാച്ച് ചെയ്യണം എന്ന് മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പം നമുക്ക് ആദ്യമായി തന്നെ എന്താണ് ഫിനമിനോളജി എന്ന് നോക്കാം. ഫിനമിനോളജി എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പം അവിടെ ന്യൂമറിക്കൽ ഡാറ്റാസ് ആണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന ആൻസേഴ്സ് വെച്ച് ന്യൂമറിക്കലി ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ക്വാളിറ്റേറ്റീവ്? കേസ് സ്റ്റഡി, ഇൻ്റർവ്യൂ, സർവേ, ഇതെല്ലാം വരുന്നത് ക്വാളിറ്റേറ്റീവിലാണ്. അവിടെ ന്യൂമറിക്കൽ അല്ല. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടോ അല്ലാതെയൊക്കെ ആയിട്ട് ഇവരുടെ അടുത്ത് നിന്ന് ഡിസ്ക്രിപ്ഷനായിട്ട് കാര്യമെടുത്ത് പിന്നീട് കോഡിംഗ് വഴിയൊക്കെ നമ്മൾ റിസൾട്ട് എത്തിച്ചേരുക. അതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. സോ എങ്ങനെയായാലും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫിനമിനോളജി. This type of research focus on understanding the essence and meaning of a particular phenomenon or experience as perceived by individuals who have lived through it. ഓക്കെ, ഇതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ളത്. ഇൻഡിവിജ്വൽസ് അവരനുഭവിച്ച തരത്തിൽ, ഓക്കെ, ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അനുഭവിച്ചത് എന്താണോ അവരുടെ ഡിസ്ക്രിപ്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഫിനോമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർട്ടിക്കുലർ ഫിനോമിനൻ ഓർ എക്സ്പീരിയൻസ്, പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ എസെൻസ് ആൻഡ് മീനിങ്. അവരുടെ എക്സ്പീരിയൻസിൻ്റെ എസെൻസും മീനിങ്ങും ഒക്കെ അവരനുഭവിച്ച രീതിയിൽ ശേഖരിക്കുന്നതിനെയാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. ഇത് സീക്സ് ടു ക്യാപ്ചർ ദ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ പാർട്ടിസിപ്പൻസ്. അതായത് നമ്മുടെ പാർട്ടിസിപ്പൻസിൻ്റെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ്, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ എക്സ്പീരിയൻസ് എന്താണോ അത് ക്യാപ്ചർ ചെയ്യുന്നതാണ് ഫിനോമിനോളജിയിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ നോക്കാം. വാട്ട് ഈസ് ദ ലിവ്ഡ് എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് എ പ്രൈമറി കെയർ ഗിവർ ടു എ സ്ട്രോക്ക് സർവൈവർ? ഒരു സ്ട്രോക്ക് സർവൈവറിൻ്റെ കെയർ ഗിവർ ആയിട്ടുള്ള ഒരാളുടെ അടുത്തുനിന്ന് അവരുടെ എക്സ്പീരിയൻസ് എന്താണോ അത് ശേഖരിക്കാം. ഓക്കെ, അവിടെ നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഫിനോമിനോളജിയിൽ നമ്മൾ ഈ ഒരു റിസർച്ച് നടത്തുന്നത് ക്വസ്റ്റ്യനേഴ്സ് വഴിയാണ്, ഇൻ്റർവ്യൂ വഴിയാണ്. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെ കൊടുത്തത്. ക്യാൻ യു ഡിസ്ക്രൈബ് എ ടിപ്പിക്കൽ ഡേ ആസ് എ കെയർ ഗിവർ? ഒരു കെയർ ഗിവർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ദിവസം? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ നമ്മൾ എന്താ ചോദിക്കുന്നത്? ആ കെയർ ഗിവർ അനുഭവിച്ച അവരുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഹൗ ഹാസ് യുവർ ലൈഫ് ചേഞ്ച്ഡ് സിൻസ് യുവർ ഫാമിലി മെമ്പർ ഹാഡ് എ സ്ട്രോക്ക്? നിങ്ങളുടെ ഫാമിലി മെമ്പറിൽ ഒരാൾക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മാറിയത്? അതും നമ്മൾ എന്താ ചോദിക്കുന്നത്? അവരുടെ
ആ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നെന്നാണ്. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതല്ല നോക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ആള് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന്. വാട്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഡു യു എക്സ്പീരിയൻസ് മോസ്റ്റ് ഓഫൺ? എന്തൊക്കെയാണ് അവർക്ക് വന്നിട്ടുണ്ടായിരുന്ന ചിന്തകളും ഫീലിങ്സും കാര്യങ്ങളും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പെർട്ടിക്കുലർ ആൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്നാണ്. ഇനി ഫിനോമിനോളജി മെയിനായിട്ട് 3 തരത്തിലാണുള്ളത്, അല്ലെങ്കിൽ 3 ടൈപ്സ് ആണുള്ളത്. ആദ്യമായിട്ടുള്ളതാണ് എക്സിസ്റ്റൻഷ്യൽ ഫിനോമിനോളജി. എന്താണ് എക്സിസ്റ്റൻഷ്യൽ ഫിനോമിനോളജി? ഫോക്കസസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ ഓഡിയൻസസ് എക്സ്പീരിയൻസസ് ത്രൂ ദെയർ പെർസ്പെക്റ്റീവ്. നമ്മൾ ആരെയാണോ ഇൻ്റർവ്യൂ എടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ നമ്മുടെ പാർട്ടിസിപ്പൻ്റ്, ആ ആളുടെ പെർസ്പെക്റ്റീവിൽ, അതായത് ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്ത് ചെയ്യുക? അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. സോ ത്രൂ ദെയർ പെർസ്പെക്റ്റീവ്, ഓഡിയൻസിൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ അവരുടെ പെർസ്പെക്റ്റീവിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെയാണ് എക്സിസ്റ്റൻഷ്യൽ ഫിനോമിനോളജി എന്ന് പറയാം. ഹെൽപ്പ് യു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് യുവർ ഓഡിയൻസ്. ഇങ്ങനെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പൻറ്റിനെ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും. എക്സിസ്റ്റൻഷ്യൽ ഫിനോമിനോളജി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് വരുന്നതാണ് ഹെയ്ഡഗേഴ്സ് ഹെർമെന്യൂട്ടിക് ഫിനോമിനോളജി. ഓക്കെ, എന്താണ് ഹെർമെന്യൂട്ടിക് ഫിനോമിനോളജി പറയുന്നത്? ഫോക്കസസ് ഓൺ ക്രിയേറ്റീവ് മീനിങ് ഫ്രം എക്സ്പീരിയൻസസ് ത്രൂ ദ ഓഡിയൻസസ് പെർസ്പെക്റ്റീവ്സ്. ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ്സിൽ ഉണ്ടായിട്ടുള്ള ഈ എക്സ്പീരിയൻസസിനെ നമ്മൾ എന്ത് കൊടുക്കുക? കുറച്ച് മീനിങ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ വെക്കുകയാണെങ്കിൽ, സ്ട്രോക്ക് പേഷ്യൻറ്റിൻ്റെ കെയർ ഗീവേഴ്സ് അവരനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസസിനൊക്കെ നമ്മളൊരു മീനിങ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഹെർമെന്യൂട്ടിക് ഫിനോമിനോളജി എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമത് വരുന്നതാണ് ഹസ്സൽസ് ട്രാൻസിഡെൻ്റൽ ഫിനോമിനോളജി. ട്രാൻസിഡെൻ്റൽ ഫിനോമിനോളജി. ഓക്കെ, ട്രാൻസിഡെൻ്റൽ ഫിനോമിനോളജി ഇനി എന്താ പറയുന്നത് നോക്കാം. ഫോക്കസസ് ഓൺ ഹൗ ദ ഫിനോമിനൻ അപ്പിയേഴ്സ് ഇൻ വൺ കോൺഷ്യസ്നെസ് ഓൺ എ ബ്രോഡർ സയൻറ്റിഫിക് സ്കെയിൽ. ഓക്കെ, എങ്ങനെയാണ് ഒരാളുടെ കോൺഷ്യസ്നെസ്സിൽ ഇയാളുടെ ഒരു എക്സ്പീരിയൻസസ് ഉള്ളത്. അതായത് കുറച്ചും കൂടി വൃത്തിക്ക് പറഞ്ഞാൽ ഡിസ്ക്രൈബിങ് ദ പ്യുവർ എക്സ്പീരിയൻസസ് ആസ് ഇറ്റ് ഈസ് ലീവ്ഡ് വിത്തൗട്ട് ഇൻ്റർപ്രിട്ടേഷൻ. ഇൻ്റർപ്രിട്ടേഷൻ ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അതിന് നമ്മുടേതായിട്ടുള്ളൊരു കാര്യമൊന്നും കൊടുക്കാതെ, ആ ഒരു പ്യുവർ എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ട്രാൻസിഡെൻ്റൽ ഫിനോമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. ഫിനോമിനോളജിനെ നമ്മൾ ഒന്ന് മൊത്തമായിട്ട് പറഞ്ഞാൽ, ഒരാൾ എക്സ്പീരിയൻസ് ചെയ്തത് എങ്ങനെയാണോ അത് അതുപോലെ തന്നെ റിസർച്ചറിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാതെ അവരുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസിനെ മാത്രം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫിനോമിനോളജി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഓപ്ഷനിൽ അടുത്തതായിട്ട് കൊടുത്തതായിരുന്നു എത്നോഗ്രാഫി. എന്താണ് എത്നോഗ്രാഫി? എത്നോഗ്രാഫി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് ഈ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോഴാണ് എത്നോഗ്രാഫി എന്നുള്ള ടേം നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. സോ എത്നോഗ്രാഫിക് റിസർച്ച് ഇൻവോൾവ്സ് ഇമ്മേഴ്സിംഗ് oneself in a specific cultural or social group to observe and understand its practices, customs, beliefs and values. Okay, നമ്മൾ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കൾച്ചറിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒബ്സേർവ് ചെയ്തും അല്ലാതെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ സ്വീകരിക്കുക, എന്നിട്ട് അവരുടെ കസ്റ്റംസും ബിലീഫ്സും വാല്യൂസും എന്തൊക്കെയാണെന്ന് നോട്ട് ഡൗൺ ചെയ്യുന്ന ഈ ഒരു റിസർച്ച് മെത്തേഡിനെയാണ് എത്നോഗ്രാഫി എന്ന് പറയുന്നത്. ഇമ്മേഴ്സിംഗ് വൺ സെൽഫ് ഇൻ എ സ്പെസിഫിക് കൾച്ചർ ഓർ സോഷ്യൽ ഗ്രൂപ്പ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കൾച്ചറിനെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ പോയിട്ട് നമ്മൾ അവരുടെ പ്രാക്ടീസസും കസ്റ്റംസും ഒക്കെ മനസ്സിലാക്കുക. Researchers spend extended periods of time within the community to gain a holistic view of its way of life. അതായത് നമ്മൾ ആരാണോ റിസർച്ചർ അവർ ഒരു കുറച്ചധികം സമയം ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ചിലവഴിക്കും. എന്നിട്ട്
അവരതിൽ നിന്ന് ഒരു കൺക്ലൂഷനിൽ എത്തും എന്നാണ് എത്നോഗ്രാഫി പറയുന്നത്. ഓക്കെ, നേരത്തെ ഫിനോമിനോളജി പറഞ്ഞ പോലെ തന്നെ എത്നോഗ്രാഫിക്കും വേരിയസ് ടൈപ്സ് ഉണ്ട്. ആദ്യമായിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് റിയലിസ്റ്റ് എത്നോഗ്രാഫി. എന്താണ് റിയലിസ്റ്റ് എത്നോഗ്രാഫി? റിയലിസ്റ്റ് എത്നോഗ്രാഫി പ്രസൻസ് ആൻ ഒബ്ജക്റ്റീവ് അക്കൗണ്ട് ഓഫ് ദ കൾച്ചർ ഓർ ഗ്രൂപ്പ് ബീങ് സ്റ്റഡീഡ് വിത്ത് മിനിമൽ ഇന്റർഫറൻസസ് ഫ്രം ദ റിസർച്ചർ. റിസർച്ചറിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ കുറഞ്ഞ ഒരു പാർട്ടിസിപ്പേഷൻ മാത്രമേ ഉണ്ടാവും. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. Documenting the daily routines of indigenous tribes without inserting personal interpretations. ഒരു ഇൻഡിജിനസ് ട്രൈബ്സിൻ്റെ ഡെയിലി റൂട്ടീൻസിനെ കുറിച്ചിട്ടാണ് ഒരു റിസർച്ചർ പഠിക്കുന്നതെന്ന് നോക്കിക്കോ. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും? ഇവരുടെ ഭാഗത്തുനിന്ന് മിനിമലായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയാണ് വരിക എന്നൊരു ഇൻ്റർപ്രറ്റ് ചെയ്യാതെ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അങ്ങനെ ഒരു റിസൾട്ടിലെത്തുക. That is documenting the daily routines of indigenous tribes without inserting personal interpretation. ഇതാണ് മെയിൻ. വിത്തൗട്ട് നമ്മുടേതായിട്ടുള്ള ഒന്നും നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് റിയലിസ്റ്റ്, അല്ലെങ്കിൽ അത് റിയൽ ആണ്. എന്താണോ ഉള്ളത് അത് തന്നെയാണ്. ഓക്കെ, ഇനി എത്നോഗ്രാഫിയിലെ സെക്കൻഡ് ടൈപ്പ് ആയിട്ട് വരുന്നതാണ് ക്രിറ്റിക്കൽ എത്നോഗ്രാഫി. Critical ethnography focuses on issues of power, inequality and social justice. അതായത് പവറിൻ്റെ പേരിലോ സോഷ്യൽ ജസ്റ്റിസിൻ്റെ പേരിലോ ഇനീക്വാലിറ്റിൻ്റെ പേരിലോ ഒക്കെ നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളൊരു റിസർച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രിറ്റിക്കൽ എത്നോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കസ് ഓൺ പവർ, ഇനീക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. Researchers actively challenge oppressive systems and advocate for change. അതായത് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ എവിടെയായാലും ഇങ്ങനെ ഒരു അതോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഇനീക്വാലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഇൻജസ്റ്റിസോ കാണുന്ന സമയത്ത് റിസർച്ചേഴ്സ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിൽ ഇവരൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മാറ്റം വരുത്താൻ, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ റിസർച്ചർക്ക് സാധിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. സ്റ്റഡിങ് ജെൻഡർ ഡൈനാമിക്സ് ഇൻ എ പാട്രിയാർക്കിക്കൽ സൊസൈറ്റീസ് ടു ഹൈലൈറ്റ് സിസ്റ്റമിക് ഇൻഇക്വാലിറ്റീസ്. അതായത് ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയിലൊക്കെ നടക്കുന്ന ജെൻഡർ ഇനീക്വാലിറ്റിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന അങ്ങനത്തെ ഒരു റിസർച്ച്, അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് അത് ഒരു ക്രിറ്റിക്കൽ എത്നോഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിളാണ്. ക്ലിയർ? ഓക്കെ, ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഓട്ടോ എത്നോഗ്രാഫി. ഓട്ടോ, ഈ പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലേ? എന്താ ഓട്ടോബയോഗ്രാഫി എന്ന് പറഞ്ഞാൽ? നമ്മളെ കുറിച്ചിട്ട് എഴുതുക. അപ്പോൾ ഓട്ടോ എത്നോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ? അതും നമ്മളെ കുറിച്ചിട്ട് പറയാം. Auto ethnography involves the researcher reflecting on their own experiences within a cultural context. ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ പോയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് അത് എഴുതുന്നത് അല്ലെങ്കിൽ അത് പറയുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് ഓട്ടോ എത്നോഗ്രാഫി പറയുന്നത്. ഇത് ബ്ലെൻഡ്സ് പേഴ്സണൽ നെറേറ്റീവ് വിത്ത് എത്നോഗ്രാഫിക് അനാലിസിസ്. അവിടെ നമ്മൾ നമ്മുടെ പേഴ്സണൽ നെറേറ്റീവ്സ് കൂടി ഇന്നൊരു സ്ഥലത്ത് കുറേ കാലം ജീവിച്ചിട്ട് എനിക്ക് ഇന്നതൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? അതിൽ നമ്മുടെ കാര്യങ്ങളല്ല, റിയലിസ്റ്റ് എത്നോഗ്രാഫിയിൽ പറഞ്ഞത് നമ്മളതല്ല പറയുന്നത്, ശരിക്കും ആ ഒരു ലൊക്കാലിറ്റിയിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. പക്ഷേ ഈ ഒരു ഓട്ടോ എത്നോഗ്രാഫി വരുമ്പോൾ നമ്മളൊരു എത്നിക് ഗ്രൂപ്പിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തത് എന്തൊക്കെയാണോ അത് പറയുന്നത്. അപ്പോൾ അവിടെ ചേഞ്ച് ഉണ്ട്, ഓർത്ത് വെക്കുക. A teacher documenting their experiences in a classroom to explore educational challenges. എഡ്യൂക്കേഷണൽ ചലഞ്ചസിനെ കുറിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ എന്താ ചെയ്യുന്നത്? അവരുടെ എക്സ്പീരിയൻസസ് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അതിനെയാണ് ഓട്ടോ എത്നോഗ്രാഫി എന്ന് പറയാം. ഓട്ടോ എത്നോഗ്രാഫി കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് വരുന്നതാണ് വിഷ്വൽ എത്നോഗ്രാഫി. Visual ethnography incorporates photographs, videos and other visual media to capture and interpret cultural practices. അതായത് ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊരു കാര്യത്തിനെ നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? ക്യാമറ യൂസ് ചെയ്യും,
ഫോൺ യൂസ് ചെയ്യും. ഇനി അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അത് യൂസ് ചെയ്ത് ഒരു റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് വിഷ്വൽ എത്നോഗ്രാഫി എന്ന് പറയാം. യൂസിങ് വീഡിയോ റെക്കോർഡിങ്സ് ടു സ്റ്റഡി ദ റിച്വൽസ് ആൻഡ് സെറമണീസ് ഓഫ് എ റിലീജിയസ് ഗ്രൂപ്പ്സ്. ഒരു റിലീജിയസ് ഗ്രൂപ്പിൻ്റെ അവരുടെ റിച്വൽസിനെയും അവരുടെ സെറമണീസിനെയൊക്കെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ റെക്കോർഡിങ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് വിഷ്വൽ എത്നോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പം നമ്മുടെ ഓപ്ഷനിൽ 4 എണ്ണമായിരുന്നു കൊടുത്തത്. ഏതൊക്കെയായിരുന്നു? ഫിനോമിനോളജി കൊടുത്തിട്ടുണ്ട്, ഗ്രൗണ്ടഡ് തിയറി കൊടുത്തിട്ടുണ്ട്, എത്നോഗ്രാഫി കൊടുത്തിട്ടുണ്ട്, കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്. അതിൽ ഫിനോമിനോളജിനെ കുറിച്ചിട്ടും എത്നോഗ്രാഫിനെ കുറിച്ചിട്ടുമാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൗണ്ടഡ് തിയറി. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ ഗ്രൗണ്ടഡ് തിയറി? ഗ്രൗണ്ടഡ് തിയറി ഈസ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് യൂസ്ഡ് ടു ഡെവലപ്പ് തിയറീസ് ഡയറക്ട്ലി ഫ്രം ഡാറ്റ. സാധാരണഗതിയിൽ നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ റിസൾട്ട് ഇങ്ങനെ ആയി തീരണം എന്നുള്ള തരത്തിൽ. പക്ഷേ ഗ്രൗണ്ടഡ് തിയറിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന ഡാറ്റയിൽ നിന്നിട്ടും നമ്മൾ തിയറിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്ത് ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മളൊരു തിയറി ബിൽഡ് ചെയ്യുന്നത്. സോ അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ്. തിയറീസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഫ്രം ഡാറ്റ. ഒന്നുകൂടി നോക്കാം. Unlike other approaches that start with a hypothesis, grounded theory relies on systematic data collection and analysis to generate insights grounded in the data itself. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? സിസ്റ്റമാറ്റിക് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യും, പിന്നെ അനാലിസിസ് നടത്തും, എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ തിയറി ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഗ്രൗണ്ടഡ് തിയറിയിലെ ടൈപ്സ് എന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് ക്ലാസിക് ഗ്രൗണ്ടഡ് തിയറി. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രൗണ്ടഡ് തിയറി എന്താണ്? ക്ലാസിക് ഗ്രൗണ്ടഡ് തിയറി. എന്താണ് ക്ലാസിക് ഗ്രൗണ്ടഡ് തിയറി? ഇൻ ദിസ് ടൈപ്പ് theories are developed through an inductive process starting with the collection and analysis of the data. So ഇവിടെ തിയറി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഇൻഡക്റ്റീവ് പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, അതായത് ഒരു പ്രോസസ്സ് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സ് കഴിഞ്ഞ് അങ്ങനെ ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതെന്തൊക്കെയാണ് തുടങ്ങുന്നത്? ആദ്യം ഡാറ്റയുടെ കളക്ഷനാണ്, പിന്നെ അതിൻ്റെ അനാലിസിസ് ആണ്. റിസർച്ചേഴ്സ് continuously compare and analyze the data to identify concepts and relationships, allowing theories to emerge gradually. അപ്പോൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഡാറ്റേനെ കമ്പയർ ചെയ്യും, അനലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, അങ്ങനെ ചെയ്ത് അവസാനമാണ് ഇതിങ്ങനെ ഗ്രാജുവലി ഒരു തിയറി ആയിട്ട് എമേർജ് ചെയ്യുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ക്ലാസിക് ഗ്രൗണ്ടഡ് തിയറി എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത രണ്ടാമത് ടൈപ്പാണ് വരുന്നത് സ്ട്രോസിയൻ ഗ്രൗണ്ടഡ് തിയറി. നേരത്തെ പറഞ്ഞത് ക്ലാസിക് ഗ്രൗണ്ടഡ് തിയറി, ഇത് സ്ട്രോസിയൻ ഗ്രൗണ്ടഡ് തിയറി. എന്താണ് സ്ട്രോസിയൻ ഗ്രൗണ്ടഡ് തിയറി പറയുന്നത്? ദിസ് ടൈപ്പ് ഫോക്കസസ് ഓൺ സോഷ്യൽ പ്രോസസ്സ് ആൻഡ് ആക്ഷൻസ് എയിമിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ ഇന്ററാക്ട് ആൻഡ് ബിഹേവ് വിത്തിൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സ്ട്രോസിയൻ ഗ്രൗണ്ടഡ് തിയറി പ്രധാനമായിട്ടും ഫോക്കസ് കൊടുക്കുന്നത് എന്തിനാണ്? സോഷ്യൽ പ്രോസസ്സിനും ആക്ഷനും ഒക്കെയാണ്. ഓക്കെ, സോഷ്യൽ പ്രോസസ്സസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ആളുകൾ പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ബിഹേവ് ചെയ്യുന്നത് എവിടെ? ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ. ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ ഇൻറ്ററാക്ട് ആൻഡ് ബിഹേവ് വിത്തിൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, researchers may use pre-existing concepts and theories as a starting point and then modify or refine them based on the data collected. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ സ്ട്രോസിയൻ ഗ്രൗണ്ടഡ് തിയറിയിൽ ഇവർക്ക് ഓൾറെഡി ഒരു pre-existing ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് pre-existing കോൺസെപ്റ്റ് അവർ യൂസ് ചെയ്യും ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട്. പിന്നീട് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിലൊക്കെ ആ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു കോൺസെപ്റ്റിനെ അവർ മോഡിഫൈ ചെയ്യും.
അങ്ങനെയാണ് സ്ട്രോസിയൻ ഗ്രൗണ്ടഡ് തിയറി ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ പീപ്പിൾ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് റിസർച്ച് ആണ് സ്ട്രോസിയൻ ഗ്രൗണ്ടഡ് തിയറി. ഇനി അടുത്തതായിട്ട് വരുന്ന ഗ്രൗണ്ടഡ് തിയറിയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ഗ്രൗണ്ടഡ് തിയറി. ഓക്കെ, എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ഗ്രൗണ്ടഡ് തിയറി പറയുന്നത്? ദിസ് ടൈപ്പ് എംഫസൈസസ് അണ്ടർസ്റ്റാൻഡിങ് മൾട്ടിപ്പിൾ സബ്ജക്റ്റീവ് റിയാലിറ്റീസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. ഓക്കെ, മൾട്ടിപ്പിൾ, ഒന്നല്ല ഒരുപാട് പേര്, മൾട്ടിപ്പിൾ സബ്ജക്റ്റീവ് റിയാലിറ്റീസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. Researchers actively engage in interpreting and analyzing the data, considering their own perspectives and biases during theory development. ഈ ഒരു പ്രോസസ്സിൻ്റെ സമയത്ത് റിസർച്ചേഴ്സ് എന്താക്കും? ആക്റ്റീവ്ലി അവർ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആവും. കൺസിഡറിങ് ദെയർ ഓൺ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ബയാസസ്. പക്ഷേ നമ്മുടെ ഒരു ബയാസസ് വരുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കിയിട്ട് വളരെ ആക്റ്റീവായിട്ട് തന്നെ റിസർച്ചർ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഗ്രൗണ്ടഡ് തിയറിയിൽ പറഞ്ഞത്. അപ്പോൾ ഗ്രൗണ്ടഡ് തിയറിയിൽ എത്ര ടൈപ്പാണ് പറഞ്ഞിട്ടുള്ളത്? 3 ടൈപ്സ് പറഞ്ഞു. ക്ലാസിക് ഗ്രൗണ്ടഡ് തിയറി, സ്ട്രോസിയൻ ഗ്രൗണ്ടഡ് തിയറി, കൺസ്ട്രക്റ്റിവിസ്റ്റ് ഗ്രൗണ്ടഡ് തിയറി. അപ്പോൾ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഒരു തിയറിയിൽ നിന്നിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റയിൽ നിന്നുമാണ് ഒരു തിയറി ബിൽഡ് ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ട് ഗ്രൗണ്ടഡ് തിയറി ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഓപ്ഷനിലുള്ള അടുത്ത മെത്തേഡ് ഓഫ് റിസർച്ച് ആയിരുന്നു കേസ് സ്റ്റഡി. മറ്റുള്ളതിനൊക്കെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കേട്ട് പരിചയമുള്ള ഒരു ഭാഗമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അല്ലേ? സോ എന്താണ് കേസ് സ്റ്റഡി? ഇൻഡെപ്ത് എക്സാമിനേഷൻ ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ഓർ ഇവന്റ് ടു ഗെയിൻ എ ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റഡി ഓഫ് സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇതാണ്, ഇൻഡെപ്ത് എക്സാമിനേഷൻ. ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടോ ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ടോ ഒക്കെ ആഴത്തിൽ പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഇൻഡെപ്ത് എക്സാമിനേഷൻ ആണ്. This approach allows for rich contextual information and can be particularly useful in exploring complex and unique cases. ഒരു കേസ് ഭയങ്കര കോംപ്ലക്സ് ആണെന്ന് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ അത് വളരെ യുണീക്ക് കേസ് ആണെന്ന് തോന്നുന്ന സമയത്തൊക്കെയാണ് നമ്മൾ കേസ് സ്റ്റഡി അപ്രോച്ച് യൂസ് ചെയ്യുക. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യും? കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഇൻഡെപ്ത് ആണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കേസ് സ്റ്റഡി വഴി കിട്ടും. Case studies are good for describing, comparing, evaluating and understanding different aspects of a research problem. ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനും കമ്പയർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ കേസ് സ്റ്റഡി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് അലോസ് us to explore the key characteristics, meaning and implications of the case. ഒരു കേസിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സും മീനിങ്സും ഇംപ്ലിക്കേഷൻസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക. അതായത് ഒരു കേസിൻ്റെ എല്ലാ ഏരിയാസും വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും കേസ് സ്റ്റഡി ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. യൂസ്ഡ് ടു എക്സാമിൻ ആൻ ഐഡന്റിഫയബിൾ പ്രോബ്ലം കൺഫേംഡ് ത്രൂ റിസർച്ച്. യൂസ്ഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓർഗനൈസേഷൻ ഓർ ഇവന്റ്. യൂസ്ഡ് മോസ്റ്റ്ലി ആൻസർ ഹൗ ആൻഡ് വൈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇവിടെ നോക്കേണ്ടത് എങ്ങനെ അത് സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരു കേസ് സ്റ്റഡി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ആരിലൊക്കെയാണ് നമ്മൾ കേസ് സ്റ്റഡി നടത്തുന്നത്? ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഇവൻ്റ് ആവാം. അങ്ങനെ തുടങ്ങി എല്ലാ തരത്തിലും ഏത് മേഖലയിലും നമുക്ക് കേസ് സ്റ്റഡി നടത്താൻ പറ്റും. ഓക്കെ, എക്സാമിൻ ഐഡന്റിഫയബിൾ പ്രോബ്ലം, ഒരു റിസർച്ച് വഴി കൺഫേം ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ ഒന്നും കൂടി എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കേസ് സ്റ്റഡി യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേസ് സ്റ്റഡിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് കേസ് സ്റ്റഡീൻ്റെ ടൈപ്സ്? ഫസ്റ്റ് ആയിട്ട് വരുന്നതാണ് എക്സ്പ്ലോറേറ്ററി കേസ് സ്റ്റഡീസ്.
പേര് പറയുന്നത് പോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ്? എക്സ്പ്ലോറേറ്ററി കേസ് സ്റ്റഡീസ് ആർ ടിപ്പിക്കലി കണ്ടക്റ്റഡ് ടു ഡെവലപ്പ് എ തിയറി ഓർ ഫ്രെയിം വർക്ക് അറൗണ്ട് എൻ അണ്ടർ സ്റ്റഡീഡ് ഫിനോമിനൻ. ഓക്കെ, ഒരു അണ്ടർ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു ഫിനോമിനനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡി യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. എ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് that has limited available research, a new policy or practice being implemented in an organization or a fresh social phenomenon. ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പം അതായത് ഒരു മാർക്കറ്റിൽ ലിമിറ്റഡ് ആയിട്ട് ചെറിയ രീതിയിലൊക്കെ റിസർച്ച് നടന്നിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ന്യൂ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മളൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിനെ എക്സ്പ്ലോറേറ്ററി കേസ് സ്റ്റഡി എന്നാണ് പറയുക. ഇനി അതല്ല, ഒരു ഓർഗനൈസേഷനിൽ ഒരു പുതിയ പോളിസി കൊണ്ടുവന്നു, അങ്ങനെ ആകുമ്പോൾ അതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പുതിയൊരു സോഷ്യൽ ഫിനോമിന, ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിനോമിനൻ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് പഠിക്കാം. ഇതെല്ലാം വരുന്നത് എക്സ്പ്ലോറേറ്ററി കേസ് സ്റ്റഡിയിലാണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് കേസ് സ്റ്റഡീസ്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് കേസ് സ്റ്റഡീസ്? aim to provide a complete and accurate representation of a phenomenon or event within its context. എന്താണ് കൊടുക്കുന്നത്? കംപ്ലീറ്റ് ആൻഡ് അക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫിനോമിനൻ ഓർ ഇവൻറ്റ്. ഒരു ഫിനോമിനൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിനാണ് ഡിസ്ക്രിപ്റ്റീവ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, the researcher is concerned with describing the phenomenon in detail as it occurs naturally without trying to influence or manipulate it. നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ കൊടുക്കാനോ ഒന്നും പോകുന്നില്ല. നാച്ചുറലി അതെങ്ങനെയാണോ സംഭവിച്ചത് അതിനെ അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ഡിസ്ക്രിപ്ഷനാണ് അവിടെ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഡോക്യുമെൻറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് എ company's growth, detailing the implementation of a new technology in an organization or describing the life of a particular individual. ഇതൊരു 3 എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വന്നത് ഡോക്യുമെൻറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് എ കമ്പനീസ് ഗ്രോത്ത്. ഒരു കമ്പനിയുടെ ഗ്രോത്ത് അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഹിസ്റ്ററി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഇൻഫ്ലുവൻസും മാനിപ്പുലേഷനും ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് ജെന്യൂനായിട്ട് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ ഡീറ്റെയിലിംഗ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ ന്യൂ ടെക്നോളജി ഇൻ എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ പുതിയൊരു ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ഓർ ഡിസ്ക്രൈബിങ് ദ ലൈഫ് ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. ഒരാളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് നമ്മൾ പുറമേ ഉള്ള ഒരാൾ റിസർച്ചർ ഡീറ്റെയിൽ ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നത്, അതും ഒരു ഡിസ്ക്രിപ്റ്റീവ് കേസ് സ്റ്റഡീൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തതായിട്ട് വരുന്നതാണ് എക്സ്പ്ലനേറ്ററി കേസ് സ്റ്റഡീസ്. എക്സ്പ്ലനേറ്ററി കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഹൗ ഓർ വൈ സർട്ടൻ ഫിനോമിന ഒക്കെ, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യുന്നതാണ് എക്സ്പ്ലനേറ്ററി കേസ് സ്റ്റഡീസ്. ഇറ്റ് സീക്ക് ടു ക്ലാരിഫൈ ഹൗ ഓർ വൈ സർട്ടൻ ഫിനോമിന ഒക്കെ. ഓക്കെ, used to explain the cause and effect relationship behind a particular phenomenon. Cause and effect ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ, എന്തുകൊണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലനേറ്ററി കേസ് സ്റ്റഡീസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ സ്റ്റഡിയിങ് ദ റീസൺസ് ബിഹൈൻഡ് എ കമ്പനീസ് ഫിനാൻഷ്യൽ ഫെയിലിയർ. ഒരു കമ്പനിയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ റീസൺ എന്താണ് എന്ന് പഠിക്കുന്നത് ഒരു എക്സ്പ്ലനേറ്ററി കേസ് സ്റ്റഡിയാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ കോസ് ഓഫ് എംപ്ലോയി ടേൺ ഓവർ ഇൻ എ കമ്പനി. ഒരു കമ്പനിയിൽ എംപ്ലോയി ടേൺ ഓവർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ് അത് പഠിക്കുന്നതും നേരത്തെ പറഞ്ഞ കോസസ് പഠിക്കുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ സക്സസ് ഓഫ് എ പ്രൊഡക്റ്റ് ലോഞ്ച്. ഒരു പ്രൊഡക്റ്റിൻ്റെ സക്സസ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നത് എക്സ്പ്ലനേറ്ററി കേസ് സ്റ്റഡിയിലാണ്. ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞത്? ഇനിയും ഉണ്ട് ടൈപ്സ്, നമുക്ക് നോക്കാം. അടുത്തതായിട്ട് വരുന്നതാണ് ഇൻട്രിൻസിക് കേസ് സ്റ്റഡീസ്. ഇൻട്രിൻസിക് കേസ് സ്റ്റഡീസ് എന്താണ്? കേസ് സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ് വെൻ എ റിസർച്ചർ ഹാസ് എ ഇൻഹെറന്റ് ഇൻട്രസ്റ്റ് ഇൻ ദ കേസ് ഇറ്റ് സെൽഫ്.
നമുക്ക് കുറച്ച് താല്പര്യമുള്ള ഒരു ഏരിയ. ഓക്കെ, ഒരു ഏരിയ കണ്ടിട്ട് ഈ ഒരു ഭാഗം എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ ആ ഒരു ഏരിയയിൽ പഠനം നടത്തിയാലോ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻട്രിൻസിക് കേസ് സ്റ്റഡി എന്ന് പറയാം. ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ലൈഫ് ഓഫ് എൻ ഇൻഡിവിജ്വൽ വിത്ത് എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെൻറ്റ്സ്. എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെൻ്റ് ഒക്കെ ഉള്ള ഒരാളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യം തോന്നി, അപ്പോൾ അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇൻട്രിൻസിക് കേസ് സ്റ്റഡി എന്നാണ്. എക്സ്പ്ലോറിങ് എ റെയർ ഡിസീസ് ഓർ മെഡിക്കൽ കണ്ടീഷൻ, റെയർ ആയിട്ടുള്ള ഒരു ഡിസീസ് അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ, ഓക്കെ, അതിനൊക്കെ ഒരു താല്പര്യം തോന്നിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതും ഇൻട്രിൻസിക് കേസ് സ്റ്റഡിയാണ്. സ്റ്റഡിങ് എ ലാൻഡ്മാർക്ക് ഇവൻ്റ് ഇൻ ഹിസ്റ്ററി. ഒക്കെ ഒരു ലാൻഡ്മാർക്ക് ഇവൻറ്റിനെ കുറിച്ചിട്ട് ഹിസ്റ്ററിയിൽ ഒരു ലാൻഡ്മാർക്ക് ഇവൻറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ഇൻസ്ട്രുമെൻ്റൽ കേസ് സ്റ്റഡീസ്. Instrumental case studies are employed when the case is used to provide insight into a particular issue or phenomenon. Okay, ഈ ഒരു കേസ് ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനോ അല്ലെങ്കിൽ ഒരു ഫിനോമിനൊക്കെയുള്ളൊരു ഇൻസൈറ്റ് ആയിട്ട് മാറുന്നുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഇൻസ്ട്രുമെൻ്റൽ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതായത് എ കേസ് സ്റ്റഡി ഓഫ് എ സ്കൂൾ എഡ്യൂക്കേഷണൽ റീഫോം ടു അണ്ടർസ്റ്റാൻഡ് ബ്രോഡർ ട്രെൻഡ്സ് ഇൻ എഡ്യൂക്കേഷണൽ പോളിസി. എഡ്യൂക്കേഷണൽ പോളിസിയിലുള്ള ട്രെൻഡുകളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾസ് എഡ്യൂക്കേഷണൽ റീഫോം, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷണൽ പോളിസിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എഡ്യൂക്കേഷണൽ സെറ്റപ്പിൽ പോയിട്ട് സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഇൻസ്ട്രുമെൻ്റൽ കേസ് സ്റ്റഡീസാണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് അവസാനത്തെ ഒരു ടൈപ്പാണ് കളക്റ്റിവിസ്റ്റ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. എന്താണ് കളക്റ്റിവിസ്റ്റ് കേസ് സ്റ്റഡി? മൾട്ടിപ്പിൾ കേസസ്, ഒരേ സമയം തന്നെ നമ്മൾ മൾട്ടിപ്പിൾ കേസസിനെ കുറിച്ചിട്ട് പഠിക്കുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഒറ്റ കേസായിരുന്നു, എന്നാൽ ഈ ഒരു കേസിൽ ഒരുപാട് കേസുകൾ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് സ്റ്റഡി മൾട്ടിപ്പിൾ കേസസ് സൈമിൾട്ടേനിയസ്ലി ടു ഇൻവെസ്റ്റിഗേറ്റ് സം ജനറൽ ഫിനോമിന. ഒരു ജനറൽ ഫിനോമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അറ്റ് എ ടൈം തന്നെ നമ്മൾ ഒരുപാട് കേസസ് നോക്കുന്നത് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നത്, അതിനെയാണ് കളക്റ്റിവിസ്റ്റ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. അനലൈസിങ് ദ ഇമ്പാക്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ ലോ അക്രോസ് മൾട്ടിപ്പിൾ സിറ്റീസ്. ഒരുപാട് സിറ്റീസിലെ ഒരു ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ ലോൻ്റെ എഫക്റ്റ് ഒരു സിറ്റീനെ മാത്രം നോക്കുകയാണെങ്കിലാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ഒരേ സമയം തന്നെ ഒരുപാട് സിറ്റിയിൽ ഈ ലോ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കളക്റ്റീവ് കേസ് സ്റ്റഡീസ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? ഫിനോമിനോളജിനെ കുറിച്ച് പറഞ്ഞു, ഗ്രൗണ്ടഡ് തിയറി പറഞ്ഞു, കേസ് സ്റ്റഡി പറഞ്ഞു, എത്നോഗ്രാഫി പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിലൂടെ തന്നെ ഏകദേശം നിങ്ങൾക്ക് ചിത്രം കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തമായിട്ട് എന്താണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിനോമിനോളജി, കേസ് സ്റ്റഡി, എത്നോഗ്രാഫി, ഗ്രൗണ്ടഡ് തിയറി. ഈ ഭാഗത്ത് കൊടുത്തത് ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് എൻ എൻറ്റിറ്റി ഇൻ റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ്, application of inductive reasoning, lived experiences, description of peoples and culture. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് ഫിനോമിനോളജി എങ്ങോട്ടാ വരിക? നല്ലോണം നോക്കിയിട്ട് പറയും, എന്തായിരിക്കും വരിക? ലിവ്ഡ് എക്സ്പീരിയൻസ് ആണല്ലേ. ഒരാൾ ജീവിച്ചതിനെക്കുറിച്ച് അവരുടെ പേഴ്സ്പെക്റ്റീവിൽ അങ്ങനെ എഴുതുന്നത് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനെയാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. സോ ഫിനോമിനോളജി എന്ന് പറയുന്നത് ലിവ്ഡ് എക്സ്പീരിയൻസസ്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതെന്ന് പറഞ്ഞു ഇൻഡെപ്ത് എക്സാമിനേഷൻ. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് എൻ എൻറ്റിറ്റി ഇൻ റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ്. സോ കേസ് സ്റ്റഡി ദിസ് വൺ. എത്നോഗ്രാഫി എന്ന് പറയുമ്പം ഒരു കൾച്ചറൽ സെറ്റിങ്ങിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നതിനാണ് എത്നോഗ്രാഫി. ഡിസ്ക്രിപ്ഷൻ ഓഫ് പീപ്പിൾസ് ആൻഡ് കൾച്ചർ. പിന്നെ ബാക്കിയുള്ളത് ഏതാ? ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റയിൽ നിന്ന് തിയറി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻഡക്റ്റീവ് റീസണിങ്. ക്ലിയർ ആയോ? ഇപ്പോൾ ഓഗസ്റ്റ് 2024 ചോദിച്ച ചോദ്യമാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടുകളിലായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.